ഹലോ ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, സഞ്ജു സാംസൺ ആണോ ശുഭ്മാൻ ഗില്ലാണോ നല്ല പ്ലെയർ എന്നുള്ള ഒരു അവലോകനമാണ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2020 സൗത്ത് ആഫ്രിക്കയുടെ കഴിഞ്ഞ 2020 ഗെയിം കഴിഞ്ഞു. അതിൽ സഞ്ജു സാംസൺ ഇല്ല, ഓപ്പണർ സ്ലോട്ടിലും 11 സ്ഥാനം പിടിച്ചില്ല. അതിന് പകരം ശുഭ്മാൻ ഗില്ലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ല് ഇന്നത്തെ 2020 ഡക്കായിരിക്കുകയാണ് ഗായ്സ്. അതിന് മുമ്പത്തുള്ള കളിക്ക് 4 റണ്ണിന് പുറത്തായിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഗംഭീറിന്റെ രാജകുമാരന്റെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാമല്ലോ. 2020 നടന്നു. അതിൽ ഇന്നത്തെ സെക്കൻഡ് മാച്ചിൽ ഡക്കായി. അതിന് മുമ്പത്തെ മാച്ചിൽ 4 റണ്ണിന് പുറത്ത്. ഇനിയും നിങ്ങൾ അദ്ദേഹത്തിനെ അവഗണിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഗംഭീർ വളരെ വളരെ വില കൊടുക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ ഇത്രയും നല്ല ഇമ്പാക്ട് പ്ലെയറായ സഞ്ജു സാംസണെ ബെഞ്ചിലിരുത്തിയിട്ട് 1 മാസത്തിന് മുമ്പ് പുറത്തായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ എടുത്ത് പരിക്ക് മാറിയെന്ന് പറഞ്ഞൊരു ടീമിലെടുത്തിട്ട് 2 ഗെയിം കഴിഞ്ഞു. 2 ഗെയിമിൽ മെച്ചപ്പെട്ട ഒരു സ്കോർ പോലും കളിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിലനിർത്തണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സഞ്ജു സാംസൺ ആണെങ്കിൽ അപാര ഫോമാണ്. അപാര ഫോം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫോമിലായിരുന്നു. കഴിഞ്ഞ സേഫ് മുസ്താഫ് അലി ട്രോഫിയിൽ തന്നെ സഞ്ജു സാംസൺ 238 റണ്ണോ എടുത്ത് 2 അർദ്ധ സെഞ്ചുറി അടിച്ച് മികച്ച ഫോമിൽ നിൽക്കുന്നതാണ് സഞ്ജു സാംസൺ. ആ സമയത്താണ് സഞ്ജു സാംസൺ നിങ്ങൾ പ്ലേയിങ് ലെവലിൽ പോലും എടുക്കാതെ ബെഞ്ചിലിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾ ശുഭ്മാൻ ഗില്ലിനെ ഇറക്കി. എന്നിട്ട് എന്ത് മെച്ചപ്പെട്ടോ ടീം? ഓപ്പണിംഗ് സ്ലോട്ടിൽ ഡക്കായിരിക്കുകയാണ്. ഡക്ക് സെക്കൻഡ് 2020 മാച്ചിൽ ഡക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ 4 റണ്ണിന് പുറത്തേക്ക്. ഇനിയും നിങ്ങൾ എന്തുകൊണ്ട് സഞ്ജു സാംസണെ ഇറക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെ ആയിരിക്കും. സഞ്ജു സാംസണെ എടുക്കുന്നില്ല, എന്തുകൊണ്ട് 11 ഉൾപ്പെടുത്തുന്നില്ല എന്നത് വലിയ കാരണം. നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു 10 ഇന്നിങ്സ് ശുഭ്മാൻ ഗില്ലിന്റെ 10 ഇന്നിങ്സ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അവസാനമായി കളിച്ച 10 ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ 9 ബോളിൽ 20 റണ്ണ്, 7 ബോളിൽ 10 റണ്ണ്, 8 ബോളിൽ 5 റണ്ണ്, 28 ബോളിൽ 47 റണ്ണ്. അത് മാത്രമാണ് മികച്ച രീതിയിൽ കളിച്ച ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം 19 ബോൾ 29 റണ്ണ്, 3 ബോൾ 4 റണ്ണ്, പിന്നെ 10 ബോളിൽ 12 റണ്ണ്, 20 ബോളിൽ 37 റണ്ണ്, 16 ബോളിൽ 29 റണ്ണ്, 2 ബോളിൽ 4 റണ്ണ്. ഇത്രയാണ് 10 ഇന്നിങ്സുമായിട്ട് ശുഭ്മാൻ ഗില്ല് അടിച്ചിരിക്കുന്ന ടോട്ടൽ റണ്ണെന്ന് പറഞ്ഞാൽ 248 റണ്ണാണ് ശുഭ്മാൻ ഗില്ല് അടിച്ചിരിക്കുന്നത് 10 ഇന്നിങ്സിലായിട്ട്. നമ്മൾ സഞ്ജു സാംസൺ ആണെങ്കിൽ 10 ഇന്നിങ്സിലായിട്ട് അടിച്ചിരിക്കുന്ന റണ്ണ് പറഞ്ഞാൽ 477 റൺ ഉൾപ്പെടെയാണ് 477 റണ്ണ്. അതിന് പുറത്ത് സഞ്ജു സാംസൺ കളിക്കാത്ത ഒരു 4 ഗെയിം ഉണ്ട്. സഞ്ജു സാംസനെ ഇറക്കാത്ത ഒരു 4 ഗെയിമും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ അറിയാലോ ഇതിൽ ബെറ്റർ ആരാണെന്ന്. എന്തുകൊണ്ട് സഞ്ജു സാംസൺ തന്നെ ബെറ്റർ? ഇതിൽ 477 റണ്ണ് കഴിഞ്ഞ 10 ഇന്നിങ്സിലായിട്ട് സഞ്ജു സാംസൺ 477 റണ്ണ്, അതിൽ 3 സെഞ്ചുറി ഉൾപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടും 2020 ഓപ്പണർ ആവാൻ സഞ്ജു സാംസൺ തന്നെയാണ് മികച്ചത്. എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇവര് ഇനിയും ഗംഭീറിന്റെ രാജകുമാരനെ വൺ ഡേ സ്ലോട്ടിലും ടെസ്റ്റ് ടീമിലും 2020 ടീമിലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലപാടിന് ഉറച്ചാണ് ഗൗതം ഗംഭീർ കാണിക്കുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടും ഗൗതം ഗംഭീർ അത് കാണിക്കുന്നതിൽ ഗംഭീറിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്ലെയറായ ഗില്ല് ഫോം ആവണ്ടേ? ഗില്ലും ഫോം ആവില്ല. പക്ഷെ ഇതറിഞ്ഞ് ഗംഭീർ എന്ത് ചെയ്യണം? ഗില്ലിനെ മാറ്റി നിർത്തിയിട്ട് സഞ്ജു സാംസണിന് വീണ്ടും ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരം കൊടുക്കണം. അവസരം കൊടുത്തില്ലെങ്കിൽ ഇതാ കണ്ട ഇന്നത്തെ 2020 ആശാൻ ഡക്കിലാണ് പുറത്തായത്. ഇനിയെങ്കിലും മൂന്നാമതുള്ള സൗത്ത് ആഫ്രിക്ക ഇന്ത്യ 2020 സഞ്ജു സാംസൺ ഉൾപ്പെടുത്തുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഗായ്സ്, കണ്ട ഗോളിന് ഇത് ഇപ്പം 2020 വേൾഡ് കപ്പ് ഇത് അടുക്കാറായി. അടുത്ത വർഷം 2020 വേൾഡ് കപ്പ്. ഇനി എനിക്ക് തോന്നുന്നു ഇത്രയും ഫോമിലല്ലാത്ത ഗില്ലും ടീമിൽ ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2020 വേൾഡ് കപ്പിന് സഞ്ജുവിന്റെ ടീമിലെടുത്തിട്ട് ഒരു ഗെയിം പോലും കളിക്കാൻ അനുവദിച്ചില്ല. എല്ലാ കളിയിലും പുറത്താണ് ഇത്. ഇനിയെങ്കിലും അടുത്ത വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് സഞ്ജു ഉൾപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. സഞ്ജു ഉണ്ടായാൽ നമുക്കൊരു സന്തോഷമായിരുന്നു. സഞ്ജു കാണുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ഗംഭീർ രാജപുത്രനെ പോലെ ഗില്ലിനെ കൊണ്ട് നടക്കണം. എന്നാൽ ഗില്ല് ഫോമിലുമല്ല, ടെസ്റ്റിലും ഫോമിലല്ല, വൺഡേയിലും ഫോമിലല്ല, 2020 ഇപ്പം കണ്ട 2020 ഫോമിലല്ല. എന്തുകൊണ്ട് അതിനേക്കാളും മികച്ചത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആണെങ്കിൽ കഴിഞ്ഞ വൺഡേയിൽ സെഞ്ചുറി അടിച്ചതാണ്, 2020 സെഞ്ചുറി അടിച്ച പ്ലെയറാണ്. എന്നിട്ടും ഇവർ ടീമിൽ എടുക്കുന്നില്ല, വൺഡേ കളിപ്പിക്കുന്നില്ല, വൺഡേ ടീമിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നിട്ടും പോട്ട് എങ്ങനെയെങ്കിലും 2020 ഉണ്ടെന്ന് പറയാം. ഇതിപ്പോൾ 2020 ഉണ്ടായിരുന്നിട്ട് ബെഞ്ചിലിരുത്തിയിട്ട്
ഒട്ടും ഫോമിലില്ലാത്ത പ്ലെയറിനെ വിട്ട് കളിപ്പിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഈ സൂര്യകുമാർ യാദവ് വ്യക്തമായിട്ട് പറയുകയാണ് ഗില്ലാണ് ഓപ്പണർ എന്നും സഞ്ജുവിന് സ്ഥാനമില്ല എന്നും സൂര്യകുമാർ യാദവ് വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ സൂര്യകുമാർ യാദവ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. സഞ്ജു ഉണ്ടാക്കിയെടുത്ത ഓപ്പണിങ്ങിലെ ഇമ്പാക്ട് ഗില്ലിന് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ പറ്റുന്നില്ല എന്നതാണ് സത്യം. പറയുന്നത് സഞ്ജുവിന് തുടരെ ഒരു 3 ഗെയിമും കൂടി കളിക്കാൻ കൊടുക്കുക. കളിപ്പിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പം ഗംഭീർ ചെയ്ത് കൂട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുകയാണ് ഗംഭീർ ചെയ്യണത്. ഗംഭീർ ഉദ്ദേശിക്കുന്നത് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുക, ഗില്ലിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടുക, ഇതാണ് ഗംഭീർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ടീം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീം മെച്ചപ്പെടുന്നില്ല. ഓപ്പണിംഗ് ഗെയിമിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇപ്പം പോട്ടെ, സഞ്ജു ഓൺ പ്ലെയർ അല്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അഗാർക്കർ ഗംഭീറൊക്കെ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇപ്പോൾ ഓപ്പണിംഗ് പ്ലെയർ ആണ് എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഓപ്പണിംഗ് സ്ലോട്ടിലെങ്കിലും പുള്ളിക്ക് ചാൻസ് കൊടുത്താലേ പുള്ളി പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് 3 സെഞ്ചുറീസ് അടിച്ച് 10 ഇന്നിങ്സിൻ്റെ അകത്ത് 3 സെഞ്ചുറി എടുത്ത് പ്രൂവ് ചെയ്തതാണ്. ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവസരം കൊടുത്താലേ പുള്ളിക്ക് അടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗംഭീർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗില്ലിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടിയിട്ട് ഗില്ല് സ്ഥിരതയാർന്ന 3 ഫോർമാറ്റിലും ഒരേ പ്ലെയർ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഗംഭീർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലെയർ ഫോം ആവണം, 3 ഫോർമാറ്റിലും ആ പ്ലെയർ ഫോം ആയിരിക്കണം. ഇവിടെ സത്യം പറഞ്ഞാൽ ഗില്ല് ഫോമല്ല, 2020 ഫോമല്ല, ഒണ്ടയിലും ഫോമല്ല, ടെസ്റ്റിലും ഫോമല്ല. എന്നാൽ പോട്ടെ, ടെസ്റ്റിലും ഒണ്ടയിലും നമുക്ക് പരിഗണിക്കാം. എന്തുകൊണ്ട് 2020ലും ഈ ഫോം അല്ലാത്തതിനെ ഗില്ലിന് എടുത്തിരുന്നതെന്നാണ് എനിക്ക് അറിഞ്ഞത്. പക്ഷേ അതേസമയം സഞ്ജു സാംസൺ ആണെങ്കിൽ 2020ൽ കട്ട ഫോമാണ്. അവസാനത്തെ ഒണ്ടയിൽ 100 അടിച്ചതാണ് സഞ്ജു സാംസൺ. എന്നിട്ട് ഒണ്ടയിൽ എടുത്തില്ല, പോട്ടെ, നമ്മൾ ക്ഷമിച്ചു, ഒണ്ടയിൽ എടുക്കണ്ട. ആ 2020ലെങ്കിൽ സ്ഥിരതയാർന്ന ആ ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിന് തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജുവിനെ എന്തിന് ടീമിലെടുക്കുന്നത്? അതിന് പകരമായിട്ട് നിങ്ങൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തിനെ എടുത്തുകൂടി. സഞ്ജുവിനെ വേണ്ട. സഞ്ജുവിനെ എന്തിനാണ് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് എടുക്കുന്നത്? സഞ്ജുവിന് അതിന് ആവശ്യമില്ല. സഞ്ജു ഇപ്പൊ ഓപ്പണിംഗ് സ്ലോട്ടിലാണ് ബാറ്റ് ചെയ്യണം. നല്ല നീറ്റായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ നല്ല രീതിയിൽ നല്ല സ്ട്രൈക്ക് റേറ്റോടെ കൂടെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് സഞ്ജു സാംസൺ. ഈ സഞ്ജുവിന് ലോകകപ്പിലേക്കുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 2 2020ൽ ഇറക്കി കഴിഞ്ഞാൽ അതിൽ 2ലും ഫോമായി നെക്സ്റ്റ് 2020 ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിന്റെ കൂടെയാണെന്ന് തോന്നുന്നു. അതിലും സഞ്ജു പ്രൂവ് ചെയ്താൽ മാത്രമേ 2020 വേൾഡ് കപ്പിൽ 2026 നടക്കുന്ന 2020 വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്മാർ വീണ്ടും തഴഞ്ഞിട്ട് അവിടെ ഋഷഭ് പന്തിനെ എടുക്കുകയും ചെയ്യും, ജിതേഷ് ശർമ്മനെ എടുക്കുകയും ചെയ്യും. ഇനിയും സഞ്ജു പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇനി ഇറക്കുന്ന കളിയിൽ ഇനി എൻ്റെ ഒരു ഇതിൽ ഗില്ല് ഇന്നത്തെ മാച്ചിൽ ഡക്കായതുകൊണ്ട് നെക്സ്റ്റ് 2020ൽ സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 10% ചാൻസ് ഉണ്ട്. അഥവാ സഞ്ജു ഇറങ്ങിയിരുന്നാലും നല്ല ഫോമിൽ സഞ്ജു കളിക്കേ വേണം. അടുപ്പിച്ചുള്ള ആ രണ്ട് ഗെയിമും കൂടിയേ ഉള്ളൂ ഇനി 2020. ആ 2 കളിയും നല്ല രീതിയിൽ കളിച്ച് ഫോമിലാവണം. ഫോമിലായതിനു ശേഷം അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ കൂടെയാണ്. അവിടെയും ഒരുവിധം നല്ല രീതിയിൽ ഫോമായി കഴിഞ്ഞാൽ മാത്രമേ 2026 നടക്കുന്ന 2020 വേൾഡ് കപ്പിലത്തേക്ക് സെലക്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്മാർ വീണ്ടും ഫോമിലല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും തടയും. ആയപ്പോഴേ തഴയുന്നുണ്ട്. അപ്പോഴേ ഫോമിൽ ഇല്ലാതിരിക്കുമ്പോൾ അവന്മാർ ടീമിനെ എടുത്ത് കളയാനേ നോക്കിയുള്ളൂ. അതുകൊണ്ട് ഗായ്സ്, ഇനി വരുന്നത് ഒരു വല്ലാത്തൊരു ഘട്ടമാണ് സഞ്ജു സാംസൺ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സഞ്ജു സാംസന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ എന്ന ഒരു വ്യക്തി സത്യത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയും ഇതും സത്യം തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഗ്രൗണ്ടിൽ പുള്ളി നിൽക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അത്രയും വേദന, ഇത്രയും നല്ല ഫോർമാറ്റിൽ നല്ല ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കളിച്ചിട്ടും പുള്ളി ഗ്രൗണ്ടിന് പുറത്താതെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കി കാണാം. എൻ്റെ അറിവിൽ നെക്സ്റ്റ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ 2020 മൂന്നാമത് 2020 മാച്ചിൽ സഞ്ജുവിനെ ഇറക്കാൻ, ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കാൻ ഒരു 20% ചാൻസ് ഉണ്ട്. 20% ഉള്ള ചാൻസ്. നമുക്ക് എന്താണെന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഗംഭീറിന്റെ രാജകുമാരനെ വളർത്താനായിട്ട് ഗംഭീറിന്റെ രാജകുമാരനായ ഗില്ലിനെ വളർത്താൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ രാജകുമാരൻ എല്ലാ കളിയും അട്ട ഫ്ലോപ്പായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഗംഭീറിന്റെ രാജകുമാരൻ. ഇനിയുള്ളത് നമ്മളെ ചെറുക്കന സഞ്ജു സാംസണെ ടീമിൽ കൊണ്ടുവരിക, അതേ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിപ്പിക്കുക, ടീമിനെ മെച്ചപ്പെടുത്തുക, നല്ലൊരു 2020 ടീമിനെ മെച്ചപ്പെടുത്തിയെടുക്കുക, 2026 വേൾഡ് കപ്പ് അടിക്കുക എന്നതാണ് ഒറ്റ ലക്ഷ്യം.
ഇതേ സെയിം ഇതാണ് ഗംഭീറിന്റെ ലക്ഷ്യം. അതിനാണ് ഫോർമാറ്റിൽ മാറ്റിയിട്ട് കളിപ്പിക്കണം. ആരെ പ്ലേയേഴ്സിനെ മാറ്റിയിട്ട് കളിപ്പിച്ച് നോക്കണം. പക്ഷെ നമുക്ക് വിഷമമുണ്ട് സഞ്ജു സാംസന്റെ സ്ലോട്ടിൽ, ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരം കിട്ടാത്തതുകൊണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഫോമിലില്ലാത്ത ഗില്ല് ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരം കിട്ടുമ്പോൾ അതേ അവസരം സഞ്ജുവിനും ആവശ്യമുണ്ട്. സഞ്ജു അർഹിക്കുന്നുണ്ട്, അതേ അവസരം സഞ്ജു അർഹിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും കണ്ട് നോക്കാം. അടുത്ത മാച്ചിലെങ്കിലും സഞ്ജുവിനെ ഇറക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത മാച്ചിൽ ഇറങ്ങി പുള്ളി നല്ല രീതിയിൽ ഫോം ആവണം. എന്നിട്ട് അടുത്ത സീരീസ് ന്യൂസിലാൻഡിൽ നല്ല രീതിയിൽ ഫോം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഗില്ല സഞ്ജു ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ സഞ്ജു സാംസൺ തന്നെ. ഗില്ലിനേക്കാൾ എന്തുകൊണ്ട് സഞ്ജു സാംസണാണ് കിടിലം. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ആര് പറഞ്ഞാലും ഞാൻ പറയുന്നു സഞ്ജു സാംസണാണ് അടിപൊളി. നമുക്ക് നോക്കാം, കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ സബ്സ്ക്രൈബ് ആകും, എൻ്റെ വീഡിയോ കാണും. അപ്പോൾ ഗായ്സ് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുക. ബൈ ഗായ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ് ഗായ്സ്. ബൈ.